മൺചട്ടികൾ പാചകത്തിന് മാത്രമല്ല ഉള്ളതെന്ന് തെളിയിക്കുകയാണ് കാസർഗോട്ടെ ഒരു കൂട്ടം വീട്ടമ്മമാർ. കാസർഗോഡ് നീലേശ്വരം സൂര്യചിത്രകലാ വിദ്യാലയത്തിൽ പഠിക്കുന്ന 12 വീട്ടമ്മമാർ വീട് അലങ്കരിക്കാനും വിഷുവിന് കണിയൊരുക്കാനും വർണ്ണചിത്രങ്ങളാൽ അലങ്കൃതമായ 60-ൽ പരം ചട്ടികളാണ് നിർമ്മിച്ചത്. കല നിങ്ങൾ കാണുന്നതല്ല, മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ചിത്രകാരിയായ എഡ്ഗർ ഡെഗാസിന്റെ വാക്കുകളാണിത്. കല ആവിഷ്കാരത്തിനുള്ള ശക്തമായ മാർഗമാണ്. അതിന് തടസ്സങ്ങൾ തകർക്കാനും മുൻധാരണകളെ മാറ്റാനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയും. ഈ തിരിച്ചറിവുമായി തങ്ങളുടെ സർഗസൃഷ്ടികളുടെ പ്രദർശനമൊരുക്കുകയാണ് നീലേശ്വരത്തെ 12 വീട്ടമ്മമാർ. കഴിവുകൾ പ്രകടിപ്പിക്കാൻ മറന്നുപോയ കാലത്തെ തിരിച്ചുപിടിക്കുകയാണ് ഈ ചിത്രകാരികൾ. കാസർഗോഡ് നീലേശ്വരത്ത് 4 വർഷത്തോളമായി സൂര്യചിത്രകലാ വിദ്യാലയം നടത്തുന്ന സതി നീലേശ്വരത്തിന്റെ ശിഷ്യകളാണ് നീലേശ്വരം ബസാറിൽ വ്യത്യസ്തമായ പ്രദർശനമൊരുക്കുന്നത്. മ്യൂറൽ പെയിന്റിങ്ങും അക്രലിക് പെയിന്റിങ്ങും ചെയ്ത കണിച്ചട്ടി ഉൾപ്പെടെയുള്ളവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് 3 ദിവസങ്ങളിലായി ഒരുക്കിയത്. 12 വീട്ടമ്മമാർ കൂടി ചെയ്ത ഒരു കണിച്ചട്ടിയാണിത്. പിന്നെ ഇതിന് ഡിസൈൻ ചെയ്തത് ഒരു മാസത്തിനുള്ളിലാണ്. എരിക്കുളം അവിടെ പോയിട്ടാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വീട്ടമ്മമാരും പിന്നെ റിട്ടയർഡായ കുറേ ലേഡീസ് ആർട്ടിസ്റ്റുമാരും കൂടി ചെയ്ത വർക്കാണ്. 12 പേരിൽ ഭൂരിഭാഗവും റിട്ടയർഡ് ജീവിതം നയിക്കുന്നവരാണ്. അതിൽ 65 വയസ്സുള്ളവരും ഉൾപ്പെടുന്നു. വളരെ ചെറിയ കാലത്തെ പരിശീലനം കൊണ്ട് തന്നെ ഇവർ കൈയടക്കം വന്ന ചിത്രകാരികളായി മാറിയെന്ന വരകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 12 ലേഡീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഡ്രീംസ് എന്ന് പറയുന്നത് ഈ വരക്കുക, ഇതെല്ലാം അവരെ ചെറുപ്പത്തിലെ ചൈൽഡ്ഹുഡ് ഡ്രീംസാണ് ഉണ്ടായത്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ഡ്രീംസ് എല്ലാം ഇവരിങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ അവരെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇപ്പം അവർക്ക് പ്രദർശിപ്പിക്കാനും അവർക്ക് വരക്കാനും അവർക്ക് അതിനുള്ളിൽ സന്തോഷം കണ്ടെത്താനും കൂടി പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഈ ചട്ടി ചെയ്തത്. കലാസൃഷ്ടിക്ക് ആഴവും ആകർഷണീയതയും കൊണ്ടുവരാൻ ബ്ലെൻഡിംഗ്, മിക്സിംഗ്, ലെയറിംഗ് രീതികൾ ഉപയോഗിച്ചാണ് വരച്ചത്. നീലേശ്വരം ബസാറിലെ പ്രദർശനം ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.